38ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവം ഫെബ്രുവരി 1-2 തീയതികളിൽ കോഴിക്കോട് നടക്കും. ചിന്മയ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടി 4 വേദികളിലാണ് അരങ്ങേറുക. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കുരുന്നു പ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കും. കലോത്സവത്തിന്റെ ഉദ്ഘാടനം നക്ഷത്ര എം നിർവഹിക്കും. ഞങ്ങളുടെ ചീഫ് പാറ്റേൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം സ്മരണാർത്ഥമാണ് ഇത്തവണ ഞങ്ങളുടെ ആ നഗരിക്ക് MT നഗർ എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഇത് 38ാമത്തെ തവണയാണ് ചിത്രാഞ്ജലി നഴ്സറി കലോത്സവം നടത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 17 ഇനങ്ങളിലാണ് 2 ദിവസങ്ങളിലായി പരിപാടികൾ വിവിധ വേദികളിലായി അരങ്ങേറുന്നത്. ശനിയാഴ്ച 1-ാം തീയതി രാവിലെ 10:30 പ്രധാന വേദി ഗീതാഞ്ജലി സ്റ്റേജിൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തുന്നതായിരിക്കും. അതിൽ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യത്തെ ദിവസം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്, അതായത് ഞങ്ങൾ ചടങ്ങിൽ ശ്രീ ഗോകുലം ഗോപാലൻ അവരുടെ ആദരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇതിലെ മുഖ്യ അതിഥി. ഞങ്ങൾ സാധാരണഗതിയിൽ ചിത്രാഞ്ജലി ചെയ്യുന്നത് പോലെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ മുൻ വർഷത്തെ കലോത്സവത്തിന്റെ ഇത് അവാർഡ് കിട്ടിയിട്ടുള്ള ഏറ്റവും മാക്സിമം ഇതായിട്ട് ഈ കലോത്സവത്തിൽ അവാർഡ് കിട്ടിയിട്ടുള്ള നക്ഷത്ര MM എന്ന കുട്ടിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിട്ടുള്ള നക്ഷത്ര MM ആണ് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ കൊല്ലവും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ കലോത്സവത്തിൽ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളുകൾക്ക് ചിത്രാഞ്ജലി എവറോളിംഗ് ട്രോഫിയും വ്യക്തിഗത ട്രോഫിയും PV മാധവസ്വാമി എൻറോളിംഗ് ട്രോഫിയും കേശ് അവാർഡുകളും വിതരണം ചെയ്യും. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും പാരിതോഷികങ്ങളും നൽകും. കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ, റിട്ടയർഡ് IRS ഓഫീസർ ഡോക്ടർ P രാധാകൃഷ്ണൻ, ഡോക്ടർ മിലി മോണി, K നൌഷാദ് എന്നിവർ സംബന്ധിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.